അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയുമില്ല. സദൃശവാക്യങ്ങൾ 4:16. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, അതിനോട് അകന്നു നിൽക്കുക. അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക എന്ന ഉപദേശം പലർക്കും സ്വീകാര്യമല്ല. പാപം ചെയ്യാതെ അവിടെ നിൽക്കാമെന്ന് കരുതുന്ന ഒത്തിരി ആളുകൾ ഇന്നുണ്ട്. അതെ, ദുഷ്ടത നിറഞ്ഞ ആളുകളെ സ്വാധീനിക്കുവാൻ ഒരു പരിധിവരെ അവരോടുള്ള ഇടപെടൽ ആവശ്യമാണ്. പക്ഷെ പലരും അവരുടെ സ്വാധീന വലയത്തിൽ അകപ്പെടുന്നതും പലപ്പോഴും നിത്യനാശത്തിൽ ഇല്ലാതാകുന്നതും കാണുമ്പോൾ ഈ ഉപദേശം അല്പം കൂടി ശ്രദ്ധയോടെ ഏറ്റെടുക്കുന്നത് നന്നാവും. വഴുവഴുപ്പ് നിറഞ്ഞ ഭാഗങ്ങളിൽ വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നാം ഓർക്കുക. ഉറക്കം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് നാം ഓർക്കുക. മറ്റുള്ളവരെ വീഴിച്ചിട്ടല്ലാതെ ഉറക്കം വരാത്ത, ദോഷം ചെയ്യാതെ ഉറങ്ങാത്ത ഒരു കൂട്ടം ആളുകൾ ദുഷ്ടന്മാരെ അറിയുവാനുള്ള മികച്ച അളവുകോൽ. മീഖ 2:1 ഇപ്രകാരം പറയുന്നു: കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ പോകുന്നു ദുഷ്ടതയുടെ അവസാനമില്ലാത്ത മോഹങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 23:12 ഇപ്രകാരം പറയുന്നു: നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. 40-ലധികം പേർ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം. ദൈവം അത്ഭുതമായി പൗലോസിനെ രക്ഷിച്ചു. ഈ മനുഷ്യർ എത്ര നാൾ ഈ ശപഥത്തിൽ ഉറച്ചു നിന്നു എന്നറിയില്ല. ദുഷ്ടത നടപ്പാക്കുവാൻ ഉറക്കവും ഭക്ഷണവും പോലും മാറ്റിവെക്കുന്ന ഒരു കൂട്ടം ആളുകൾ. സങ്കീർത്തനം 36:4 ഇപ്രകാരം പറയുന്നു: അവർ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നുമില്ല. സങ്കീർത്തനം 32:4 രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഒരു ദൈവഭക്തനാകട്ടെ, പാപം ഒരു വല്ലാത്ത ഭാരം തന്നെ, അത് അവൻ്റെ ഉറക്കം കെടുത്തുന്നു. സങ്കീർത്തനം 132 ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തും വരെ എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കുകയില്ല. അത് ദാവീദിൻ്റെ ശപഥം. ദുഷ്ടത ചെയ്തിട്ടല്ലാതെ ഉറങ്ങാൻ കഴിയാത്ത ഒരു കൂട്ടം, എന്നാൽ നല്ല കാര്യം ചെയ്യാതെ ഉറങ്ങാത്ത മറ്റൊരു കൂട്ടം. നിങ്ങളുടെ ഉറക്കം എങ്ങനെ? എന്താണ് കിടക്കമേൽ നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവിക പദ്ധതിയിൽ പങ്കെടുക്കുവാൻ ശ്രേഷ്ഠമായ ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.